നിനക്കിനി യൂണിയൻ കളിക്കണടാ? പറയടാ. രശ്മി പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിന് നടത്തൂടാ. നിന്റെ കോണാപ്പിലും മേനോൻ സാറല്ല സുരേന്ദ്രനാശാൻ. കടറാ പന്നി. എന്താണ് സാർ പറഞ്ഞേ? എന്താണെന്ന് സാറേ? சுப்பிரமணியம் வயசுல சுப்பிரமணியபுரம் புதுப்பேட்டை. പൊന്നൂരിന്റെ അമ്പലത്തിലെ ഉത്സവത്തിന് ഞാൻ മൊട്ട ക്ലീറ്റസ് ആയിട്ടൊന്ന് കോർത്ത് അവനെന്നെ കുത്തി തിരിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ചവിട്ടി ഞാൻ അവനാ വയറും പൊത്തിപ്പിടിച്ച് ജനലാശുപത്രി വരെ ഞാൻ ഓടി. 1 മാസം തികഞ്ഞില്ല. പൊന്നൂരി കവലയിൽ വെച്ച് ഞാൻ ആ മൊട്ട ക്ലീറ്റസിനെ കുത്തി ബലത്തി. എന്താണ് നീ തൊലിക്കണത്? ഒരു മുട്ട കൊണ്ടാണോ പുഴുങ്ങിയത്? എടാ എന്ന് പിടിക്കണാരെങ്കിലും ആ പാലത്തിന്റെ അടിയിൽ പിലുണ്ടാവും. പിലുവിന്റെ അടുത്തുകൊണ്ട് ആക്കണ്ട. ഈ കോലത്തിൽ അവിടെ പോയിട്ട് ആശാൻ എന്തുട്ട് കാണിക്കാൻ? ഞാനൊന്നും കാണിക്കണ്ട, എല്ലാം പിലോ കാണിച്ചോളും. மறுபடியும் ரிவெஞ்சா? அவர் இல்லையே, இப்போதான் அவர் கொஞ்சம் கிளாஸ் இது பண்ணிருக்காங்கல்ல, போட்டுருவாங்கன்னு நினைக்கிறேன். பொருள் இருக்குல்ல, 2 பேர்கிட்டயும் இது போடுது. போடா, நான் சின்ன பசங்க நினைச்சியா? ஆட்டோ விட்டு ஏற்றிட்டு போகிறாங்க. போலீஸு ஐயோ ஆட்டாரா நினைக்கிறேன். സംഭവമോ? ஒரு யோசனை வராரு போலடா. அந்த 7 minutes இருக்கும்ல சாவ டைம்ல, அது போல. തിരിച്ചു പോണടാ. ബൈക്ക് എവിടെയാ ഗംഗ വെച്ച? ബാലചേട്ടൻ്റെ കാറിലാണ് വന്നത്. പുലികൾ കടൽ നമ്മളും എറണാകുളം സിറ്റിയായ സിറ്റി. मुंबई बोलूनല്ല, छोटा है. ആളുകൾ മിസ്സിംഗ് ആയ കൃഷ്ണ ഗംഗനെ കണ്ടാ മോനെ? ഇല്ല. റൗഡിയാണോണ്ടാ? അവനിതെന്ത് പറ്റിയെന്നറിയാൻ. 3 ദിവസം പക്ഷെ എനിക്കെന്നാലും ഒരു പേടി. അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ട്. അവൻ്റെ കാര്യം ഇത് ആരന്വേഷിക്കും? ഞാൻ ഈ വയസ്സാം കാലത്ത് ഇത് എവിടെ പോയി അന്വേഷിക്കും? അവൻ ആരാണ്ട് കണ്ടാണ്ടിനെ കണ്ട് പേടിച്ച് നമ്മുടെ ഈ ഇടവഴി കൂടി ഓടിക്കൊതിച്ച് വന്നത്. അവൻ്റെ ആ വരവ് കണ്ടിട്ട് ചങ്ക பல்லு எல்லாருக்கும் அதே மாதிரி வச்சுருக்காங்களே.
அப்படி ஓடுனது தான் ஞாபகம் இருக்கு. തനിക്ക് വേണ്ടി എന്തെങ്കിലും ചീഞ്ഞ പണിക്ക് എങ്ങനെയാ തനിക്ക് അറിയാല. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ അവന് ഫോൺ എടുക്കാൻ പറ്റില്ല. എടുക്കണ്ടോ? താനൊന്നും എടുക്കണ്ട. വൈകുന്നേരം അനുമോളെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഗംഗ വീട്ടിലുള്ള കാര്യം. ഒന്നുമില്ല, വെറുതെ அந்த மிட் நைட் கால் ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ. പിറ്റേ ദിവസം അനുമോള് ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരത്ത് അവൻ മുറി കയറി വാതിലടച്ച്. அந்த பொண்ணு கட்டல அப்பாடா பண்ண காலி பொழுது. അവൻ്റെ പോക്ക് കണ്ടപ്പോൾ എനിക്ക് അവനെ പിടിച്ചെടുത്തണമെന്ന് തോന്നിയാണ് അവനെ. എവിടെയെങ്കിലും പോയി നന്നാവടാന്ന് അച്ഛൻ പറഞ്ഞു, ചാച്ചനും പറഞ്ഞു. അവൾ പറഞ്ഞത് നന്നാവണമെങ്കിൽ എവിടെ നിന്നാലും നന്നാവാലോ എന്ന്. നന്നായില്ല, ഒരുത്തനും നന്നായില്ല. എവിടെ പോയിട്ടു டிக்கு பத்தி தெரியாது போல அவனுக்கு. എനിക്ക് പോറല്ല അടി വാങ്ങും. ഞാനവനെ കൊണ്ടുപോകണ കേട്ടാ. ഒന്നുമില്ല ശരി ഏട്ടാ, വാടാ, ഒരു കുഴപ്പമില്ലടാ. നീ ഇന്നലെ നടത്തിക്കൂട്ടിയ പരിപാടിയൊക്കെ അറിഞ്ഞു. അതാ ചേട്ടന്മാരൊന്ന് കുളിപ്പിച്ചെടുത്താണ് സാറേ. അവന്മാരവനെ മുക്കിക്കൊല്ലാന്നു. നാഷണൽ ഇസ്ലാം ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ട്. നീ ഇവിടുന്ന് പുറത്തിറങ്ങുകയല്ല. ஒரு கேரக்டரா இருக்கு போலடா அவங்க அப்பாவோட. சரி ஜெயிலெலாம் போயிட்டு பாடி கேட்டாரு. அந்த ரூம்குள்ள வந்து அந்த பொண்ணாடா அது தெரியலடா, அது டவுட் ஆகுதுடா. யார் என்னன்னே தெரியலடா. என்ன ടീം என்ன മാച്ചിനെ தெரியல. 11:15 ഒരു ട്രെയിനുണ്ട്. നമുക്കത് പിടിച്ചാൽ ഇരുട്ടുന്നതിന് വിനയ് ഫോർട്ട്. അതൊന്നും കുഴപ്പമില്ലടാ, നമുക്ക് നാളെ പോകാന്ന്. അമ്മാരൊക്കെ അവിടെ നിക്കണല്ലേ നിന്നെ നോക്കി. നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് പോകാടാ. എടാ നിനക്ക് മീശയൊക്കെ വന്നിടാ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇവിടെ നമ്മളെ പിള്ളേർ പടച്ചോനെ, ഇതാരാണ്? കൃഷ്ണനോ ഷാജി താടിയോ
அந்த போலீஸ் வெட்டு நீங்க போயிட்டு போயிட்டு இப்பதான் வந்திருக்காரு போல இருக்கு. പറഞ്ഞിട്ട് പോപ്പട போர்ச்சுகீஸ் தான் பாருங்க. ഇതാരാണിത് നീ എങ്ങോട്ട് വലുതായി ஸ்டோரி கதை சொன்னாரு. குத்து வாங்கி கத்தி எப்படி குத்துன்னு சொல்லி கொடுத்துருந்தாரு. கதை சொன்னாங்க சார். അറ്റല്ലേ அண்ணன்டா ഇതാരാ നോക്കിയേ എടാ എത്ര നാളെ മരിച്ചേട്ടാ സുന്ദരനായല്ലേ മരിച്ചേട്ടാ എന്റെ മുത്താണ് വാട ഒരെണ്ണടിക്കാടാ പച്ചവെള്ളാണ് ധോണിയാ ഒരെണ്ണടിയടാ നമ്മുടെ തന്നെയാടാ വേണ്ട ആ കൂമ്പങ്ങട് കത്തട്ടടാ നല്ല അടിക്കാരനായല്ല വേഗം നടക്കണമെന്ന് ഞാൻ എടുക്കണ ഒരെണ്ണം വേണ്ട വേണമെങ്കിൽ ഞാൻ പിടിക്കാടാ എടാ നിങ്ങ പൊക്കോ ആ നോക്കി ഓടിക്കണോട്ടാ ആ ശരി മാറിഞ്ചേട്ടൻ ലൈനാണ് പോണേ இல்ல இல்ல ஷைன்ரா ഉള്ളിയാ എന്താ പറഞ്ഞു അപ്പൊ 250 150 400 போலீஸ் தான் நினைக்கிறேன்டா அவரு. அப்படியா? അതിന്റെ ആ തിരുവുണ്ട് അത് ഫുൾ സെറ്റപ്പ് ആണല്ലോടാ രണ്ടും കൂടി അടി തുടങ്ങിയല്ലേ മേടിച്ചേട്ടാ അടിക്കണ വണ്ടി ഓടിക്കുമ്പോ ഞാൻ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിക്കില്ല. വണ്ടി ഓടിക്കുന്നത് സാറ പരിപാടിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന രണ്ടും. പിന്നെ അത് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. ആടാ എക്സസൈസ് ആണല്ലോടാ എക്സസൈസ് ആടാ എടാ എന്താ കൈയും കാലും போலீஸ் மாதிரி தெரியல. കണ്ട പൈസ தினம் பண்றாங்க. ஒரு நாள் ஜெயில தான் இருந்தாரு. என்னது எக்ஸசைஸ்னா என்னது? அதுக்கு இது வண்டி பேருன்னு நினைக்கிறேன். அவங்க கூட சொன்னாங்களா? அதான் சொன்னாங்க. ஓ வண்டி மேல கவர் போட்டு விடுதா? கொளுத்தி விட்டுறதா? கொளுத்த போறான்னு நினைக்கிறேன்டா. கதவு சாத்தம். அதுதான் உங்களுக்கு உள்ளோன்ட்டா. സുമേഷ് ചേട്ടാ എന്താടാ പുതിയ ആൾക്കാരാന്നു സുമേഷേ? എന്താ നീ സാധനം ചെക്ക്. ഓ പുതിയ ഓഫീസർ വല്ല ആയിരിക്കും അതിന്റെ ഒരു നെളിപ്പ. സുരാജ് ഇവിടുന്ന് പോയിട്ട് നിന്റെ ഒരു അനക്കമില്ലല്ലോ. നിന്റെ ഡ്രൈവർ പണിയൊക്കെ പോയാ? ഇതാ ഇത് കൃഷ്ണൻ എന്റെ ഫ്രണ്ടാണ്. ആഹാ ഹലോ വാ കത്തിച്ചേടാ കൈ പൊള്ളൂടാ. ഇല്ലടാ നല്ല സാധനം കൈ പൊള്ളൂല. കിട്ടില്ല സാധനം. ആ ജോണിയില്ലേ പന്നി, ആ പന്നി അവനാണ് ഇട്ട് കൊടുത്തത്. ജോണി ആരാടത്? എടാ നമ്മളെ സാധനം കയറ്റുമ്പോഴത്തും തുരുത്തിൽ വന്നില്ലടാ ആ ജീപ്പായിട്ട്. ആ കാപ്പിക്കട ഷർട്ട് അത് തന്നെ അത് തന്നെ. അവന്മാരോടാ അവന്മാര് ഒന്നില്ല ആളെന്നെടുത്ത് പിന്നെ മുറിച്ച് വിറ്റ് 2 കൊല്ലമായി. എല്ലാം പെട്ടെന്നായിരുന്നു. അവര് വന്നിട്ട് എല്ലാം കൂടെ അടിച്ചടാ.
ഇരുപതിനെട്ട് രൂപ. മോനെ ഇപ്പൊ ഇറങ്ങി 2-3 ദിവസമായി. എങ്ങനെയുണ്ട് ഇപ്പ? കുഴപ്പമില്ല. മോളെ അനിമോളെ അമ്മോടാ അമ്മ ഇങ്ങോട്ട് വാ. കൃഷ്ണനാ എന്തൊക്കെയാണ്ടാ? നല്ല തന്നെ. കൃഷ്ണ ഡാ ഇങ്ങോട്ട് വാടാ. ഞാനെന്നാ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ പോയോനെ ഇല്ല പോണം. വാ മോനെ ചോറിന ചെമ്മീൻ ഉൽത്തിയതുണ്ട്. നോണേടാ ഇന്നും പരിപ്പ് അറിയാൻ നീ വാടാ. ഞാൻ വേറെ ദിവസം വരാം. നീ വാടാ. ആ ദേവന്നി അച്ചാച്ചാ. ആ കൃഷ്ണ, അച്ഛൻ പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. ഇമാരിപ്പം നടന്ന് ജയിത്തല്ലേ. മോൻ നാട്ടിൽ പോയി അച്ഛൻ പറഞ്ഞവരൊക്കെ ജീവിക്കും. ഡാ അച്ഛന് പ്രാന്താണ്. കുത്തിക്കുന്നുകളുണ്ട്. അതോ ചേട്ടാ ആളെ എത്തിച്ചേട്ടാ. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ വെറുതെ ഇരിക്കണല്ലാന്ന് വിചാരിച്ച് വിളിച്ചോണ്ടുപോയതാണ്. അമ്മേ, നിന്റെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അവിടെ വരെ വന്നത്. നീ ഇത്ര വലിയ തിരക്കുള്ള ആളായി പോയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ കാറ് പിടിച്ച് അവിടം വരെ വരാനുള്ള പാങ്ങൊന്നും നമുക്കില്ല. വാ മോനെ. എന്നെ ആരും കൊണ്ടിട്ടൊന്നുമില്ല. ചേച്ചിനെ ആരും കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഇവിടെ ഉള്ളപ്പ. കൃഷ്ണ ഞാൻ പോയിട്ട് വരാടാ. വണ്ടി വിട്ടിട്ട് അച്ഛൻ ഇവനാണോ ഒറ്റിയത്? നീ ഒന്ന് നിർത്തണുണ്ടോ ബാല? അവനൊറ്റി എനിക്ക് നല്ല വഴക്ക് തീർക്കാനുള്ള സമയമൊന്നുമില്ല, വേറെ പണിയുണ്ട്. സുമേഷേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആശാൻ അങ്ങനെ പോയാലാ? ബാല, സുമേഷ് ഏട്ടാ ഇവനാണ് ഒറ്റിയത്. പിള്ളേര് കണ്ടാണ്. എടാ നിങ്ങൾ കണ്ടല്ലേ? ആ കണ്ട്. അല്ല ഇവൻ ഒറ്റാണ്ട് പിന്നെ എങ്ങനെയാണ് എക്സസൈസ് പിള്ളേരെ ഓടിച്ചിരുന്നത്? മത്താഴ്ച ഇവനാണ്. ജോണി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും സുരേന്ദ്രണ്ണനും എൻ്റെ അച്ഛനും ഒക്കെ മാസാമാസം എക്സൈസിന് കാശടയ്ക്കുന്നതുകൊണ്ടാണ് പാവപ്പെട്ട ഈ പയ്യന്മാര് ചട്ടിയിലാകാത്തത്. അത് നീ മനസ്സിലാക്കും. നീ ഇമ്മാതിരി പരിപാടി കാണിക്കാനാണെങ്കിൽ നമ്മളാരും സഹകരിക്കില്ല. നിങ്ങൾ ഒരുമിച്ച് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതല്ല നിങ്ങൾ തമ്മിൽ ചാകാനാണെങ്കിൽ അതായിക്കോ, ഞങ്ങൾ വേറെ ആളിനെ വെച്ചിട്ട് ബിസിനസ് ചെയ്തോളാം. പിന്നല്ലാതെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. കൊച്ചു കുട്ടികളെന്ന് വിചാരം. അവസാനമായിട്ട് പറയാണ്, രണ്ടാളും മര്യാദയ്ക്ക് പങ്കിട്ട് കച്ചവടം നടത്തിക്കോ, അതാ നല്ലത്. രണ്ടുപേരും കൈ കൊടുത്തേ. സുമേഷ് ഏട്ടൻ വിട്. വാടാ. ഒരു ഓട്ടോറിക്ഷ വിളിച്ചടാ. എനിക്കൊന്നും പറ്റൂല, പോയി വിളിക്കും. ഒന്ന് വിളിക്കടാ. ആ മാമൻ അതാണ് കുമാരൻ്റെ ഇളയ മോൻ. നീ വയ്ക്കോ? ഞാൻ ഇവരെ കൊണ്ട് അങ്ങാട് പോകാം. ശരി നമുക്ക് അങ്ങാട്. ശരി അന്ന് ശരി. നല്ല ചെക്കനല്ലേ? നിക്കടോ. എന്താണ് പേര്? ബിനു. ബിനുവാ? എന്താണ് പണി? മേസനാണ്. കൽപ്പണി തേപ്പാണാ? എല്ലാം ഉണ്ട്. കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യും. പെണ്ണിന് ഇഷ്ടമായാ? ഇഷ്ടായി. കൊള്ളാല്ലേ? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. അനിതേ എൻ്റെ മുറപ്പെണ്ണാൻ. അവളെ ഞാനാണ് കെട്ടാൻ പോണത്. അതിൻ്റെ ഇടയിൽ മേശരി വന്ന ഇടയിൽ വേണ്ടി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ. അതുകൊണ്ട് ഇനി പെണ്ണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് കമ്മട്ടിപ്പാടത്ത് വന്ന നിൻ്റെ ഈ തീട്ട വയറ് കണ്ട ഞാൻ കുത്തിപ്പൊട്ടിച്ചളയും. മനസ്സിലായടാ തെണ്ടി? പോ. നീ അവന്റെ മുറപ്പെണ്ണാണെന്നും അവൻ നിന്നെ കെട്ടാൻ പോണെന്നൊക്കെ പറഞ്ഞു നടക്കണല്ലേ? അത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. നിനക്ക് അവനോട് പറഞ്ഞൂടെ? പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതിന് പ്രാന്താണ്. എന്താണ് ഇവിടെ കൃഷ്ണ, നീ റോഡിൽ നിന്ന് അന്ത്യമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. അവളെ കല്യാണ പ്രായമായ പെണ്ണാണ്. എനിക്കത് ഇഷ്ടമല്ല. டிக்கு மட்டும் அந்த லொகேஷனுக்கே செட் ஆகுது மாதிரி சாக்லேட் பை மாதிரி இது. റോസമ്മ സാരി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വാങ്ങിച്ചോ? ഞാൻ പോട്ടെ. பள்ளி செட் பண்ணிருக்கேன் எல்லாருக்கும்.